മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ ജിസയിലും ഷാനവാസും ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ അനുമോളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അനുമോൾക്ക് നന്ദിയില്ല, അനുമോൾ ചതിച്ചു എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത്. ഷാനവാസ് ജിസയിലിനോട് പറയുന്നത്, അനുമോളെ എനിക്ക് ഇതിനു മുമ്പും അറിയാം. അതായത് ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടും ഒരു സീരിയലിന്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ 2-3 തവണ അനുമോളെ കണ്ടിട്ടുണ്ട്. പക്ഷെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അതായത് മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊന്നും ചെയ്തിട്ടില്ല. അല്ലാതെ സീരിയലിന്റെ സെറ്റിൽ വെച്ചും റിയാലിറ്റി ഷോയുടെ സെറ്റിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എട്ടും പൊട്ടുമറിയാത്ത ഒരു പൊട്ടിപ്പെണ്ണായിരുന്നു അനുമോള്. എന്തിനും ഏതിനും കരയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതായത് ഈ സീസൺ തുടങ്ങിയപ്പോൾ അനുമോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു പുറത്തും. അതുകൊണ്ട് എല്ലാവരും ഇവിടെ കോർണർ ചെയ്തപ്പോഴും അനുമോളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോഴൊക്കെ എനിക്കൊരു സഹതാപം തോന്നി. അതാണ് ഞാൻ അവളുടെ കൂടെ നിന്നതും അവളുടെ പ്രശ്നങ്ങൾക്കൊക്കെ കൂട്ടുനിന്നതും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അത്ര വലിയൊരു പ്രശ്നമുണ്ടായല്ലോ. അതായത് നമ്മുടെ ആര്യനും അനുമോളും ചെരുപ്പ് വലിച്ചെറിഞ്ഞൊരു പ്രശ്നമുണ്ടായി. ആ സമയത്ത് അനുമോള് തന്നെയാണ് ഷാനവാസിക്ക അങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചു കൊണ്ടുപോയത്. അന്ന് അനുമോൾ എറിഞ്ഞ ചെരുപ്പ് അക്ബറിന്റെ ദേഹത്ത് കൊള്ളുകയും അക്ബർ അതൊരു വലിയൊരു ഫൈറ്റാക്കി എടുക്കുകയും ചെയ്തു. ആ സമയത്ത് അനുമോളെ സഹായിക്കാൻ വേണ്ടിയാണ് താൻ ആ കാര്യത്തിൽ ഇടപെടുകയും പിന്നീട് അക്ബറും ഷാനവാസും തമ്മിൽ വഴക്കാവുകയും അതൊരു വലിയ വഴക്കായി കൺഫെക്ഷൻ റൂം വരെ വിളിക്കുന്ന രീതിക്ക് എത്തുകയും ചെയ്തത്. അനുമോള് കാരണം ഞാൻ കൺഫെക്ഷൻ റൂം വരെ പോയി ബിഗ് ബോസിന്റെ മുമ്പിൽ തല കുനിച്ചിരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. എന്നിട്ട് കൺഫെക്ഷൻ റൂമിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് അനുമോൾ എൻ്റെ അടുത്ത് വരികയോ ഒരു ആശ്വാസ വാക്കു പറയുകയോ ഒരു സോറി പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഷാനവാസിക്ക, ഞാൻ കാരണമാണ് ഷാനവാസിക്ക കൺഫെക്ഷൻ റൂമിൽ പോയതും ഇത്രയും വലിയ പ്രശ്നമുണ്ടായതും ഒരു സോറി അതുപോലും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പലരും, അതായത് അഭിലാഷും നെവീനുമൊക്കെ അനുമോളുടെ കൂടെ നിൽക്കുന്നതും അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അവൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതൊന്നും അറിയാതെയാണ് അവളെ ആദ്യം സപ്പോർട്ട് ചെയ്തതും അവൾ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ കൂടെ നിന്നുകൊണ്ടിരുന്നതും. ഇനി അവൾക്ക് പുറത്ത് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാനോ അവളെ ന്യായീകരിക്കാനോ പോകില്ല. അവൾക്ക് നന്ദിയില്ല. പലപ്പോഴും അവൾ മറ്റുള്ളവരെ ഉപയോഗിക്കുന്നത് അവളുടെ സ്വന്തം കാര്യം നേടുന്നതിനും അല്ലെങ്കിൽ നടത്തുന്നതിനും വേണ്ടി മാത്രമാണ്. അവൾക്ക് സ്വാർത്ഥ സ്വഭാവമാണ്. അവൾ എന്നെ ഉപയോഗിക്കുമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അവൾക്ക് വേണ്ടി ഞാൻ അക്ബറിനോട് വരെ വഴക്കിട്ടു എന്നാണ് നമ്മുടെ ഷാനവാസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഷാനവാസ് ഇപ്പോൾ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.